പ്രിയപ്പെട്ടവരെ, വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ 2 വീഡിയോകൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആ വീഡിയോകളുടെ തുടർച്ചയാണ് ഇത്. ഇന്ന് പറയുന്നത് നമ്മുടെ BLOയെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ എന്യൂമറേഷൻ ഫോറം എങ്ങനെ നമുക്ക് ഓൺലൈനായി കാണാം, 2002 വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം, എന്യൂമറേഷൻ ഫോറം എങ്ങനെ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാം, പഴയ വോട്ടർ കാർഡ് നമ്പർ വെച്ച് എങ്ങനെ പുതിയ വോട്ടർ കാർഡ് നമ്പർ കണ്ടുപിടിക്കാം എന്നിങ്ങനെയുള്ള 5 സംശയങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ DC. നമ്മുടെ വോട്ടേഴ്സ് ID SIR ചെയ്യുകയാണല്ലോ. അതിലിപ്പോൾ 38 വയസ്സിന് മുകളിലുള്ളവർക്ക് 2002 വോട്ടേഴ്സ് IDയുമായി മാപ്പ് ചെയ്താണ് പുതിയ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ ഇടം നൽകുന്നത് എന്നറിയാമല്ലോ. ഇതിന് നമുക്ക് 2002 വോട്ടർ പട്ടികയിലെ കുറച്ച് വിവരങ്ങൾ വേണം. അതിലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അതിലെ പാർട്ട് നമ്പർ, ക്രമനമ്പർ എന്നീ വിവരങ്ങൾ. ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. നമ്മൾ 2002 സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചവരാണെന്നതിന്റെ തെളിവാണ് അതിൽ നമുക്ക് ഒരു ക്രമനമ്പർ ഉണ്ടെന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് 2002 വോട്ടർ പട്ടികയിലെ ക്രമനമ്പറിനെ കുറിച്ചാണ്. ഇപ്പോൾ 2002 ആ പരിഷ്കരിച്ച പട്ടിക ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഈ പട്ടിക കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പോർട്ടലിലാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ പ്രവേശിക്കുന്നതിനുള്ള ലിങ്ക് ഇതാണ്. ഈ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കും പോർട്ടലിൽ പ്രവേശിക്കാം. നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. അതുപയോഗിച്ചാകും ലിങ്കിൽ പ്രവേശനം അനുവദിക്കുക. ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇലക്ടറൽ റോൾ SIR 2002 എന്നു കാണാം. ഇവിടെ ജില്ലയും അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പേരും നൽകിയാൽ ഇതുപോലെ ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളുടെയും 2002 വോട്ടർ പട്ടിക PDF ആയി കാണാൻ കഴിയും. ഇതിൽ നിന്നും നമ്മുടെ ബൂത്ത് എന്ന് വെച്ചാൽ പാർട്ട് അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അന്നത്തെ നമ്പരും നമ്മുടെ പേര് വരുന്ന ക്രമനമ്പരും നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ നിയോജക മണ്ഡലത്തിൻ്റെ കോഡും. ഈ 3 വിവരങ്ങളാണ് നമുക്ക് എന്യൂമറേഷൻ ഫോമിൻ്റെ 2ാം കോളത്തിൽ പൂരിപ്പിക്കാനുള്ളത്. ഏത് പാർട്ടിലാണ് വരുന്നതെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന വിലാസങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കേണ്ടി വരും. സാധാരണ സ്കൂൾ കെട്ടിടങ്ങളാണ് പോളിംഗ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്നത്. അവിടെ പല കെട്ടിടങ്ങളും എടുക്കും. കിഴക്കേ കെട്ടിടം, പടിഞ്ഞാറേ കെട്ടിടം എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. അത് മാത്രമല്ല, ഡീലിമിറ്റേഷൻ ചെയ്യുമ്പോൾ പോളിംഗ് സ്റ്റേഷൻ മാറ്റിയെന്നും വരാം. അതുകൊണ്ട് 1ഓ 2ഓ പട്ടിക പരിശോധിച്ചാലേ നമ്മുടെ ക്രമനമ്പർ കിട്ടൂ. പ്രയാസം നേരിടുന്നുവെങ്കിൽ ആ സ്ഥലത്തെ പൊളിറ്റിക്കൽ പാർട്ടി പ്രതിനിധിയുടെയോ BLOയുടെയോ സഹായം അഭ്യർത്ഥിക്കാം. അവർക്കാണ് എളുപ്പത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്നത്. 2002 പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നത് നമുക്ക് കിട്ടുന്ന ഒരു പ്രീമിയം ബാഡ്ജാണ്. 2002 പട്ടികയിൽ ഉൾപ്പെട്ടവരല്ലെങ്കിൽ അവർക്ക് അവരുടെ ബന്ധുക്കളുടെ വിവരം വെച്ചാണ് റിലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഈ 2002 പട്ടികയിൽ നിന്നും ബന്ധുക്കളുടെ ക്രമനമ്പർ ശേഖരിച്ച് നൽകാം. 3ാം കോളത്തിലാണ് ഈ വിവരം നൽകേണ്ടത്. ഈ ക്രമനമ്പർ വെച്ച് നമ്മളെ വോട്ടർ പട്ടികയിലേക്ക് മാപ്പ് ചെയ്യും. ബന്ധുക്കളായി പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളുമാണ്. കൂടാതെ മക്കളും ചെറുമക്കളും ഉൾപ്പെടും. എന്നാൽ അതിൽ ഭാര്യ, സഹോദരങ്ങൾ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുവരെയുള്ള അപ്ഡേറ്റ് വെച്ചാണ് ഈ വിവരം പറയുന്നത്. 2002 വിവരം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസിയായി എന്യൂമറേഷൻ ഫോം സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഇനി പറയാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ECI പോർട്ടൽ വഴിയാണ് ഇത് ചെയ്യേണ്ടത്. ഇലക്ഷൻ ID കാർഡ് നമ്പർ, മൊബൈൽ നമ്പർ, ക്രമനമ്പർ, പുതിയ ഫോട്ടോ ഇവ വേണം. ഫോട്ടോ കളർ ഫോട്ടോയാണ് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോയ്ക്ക് 3 ഫോർമാറ്റുകൾ ആകാം: JPG, JPEG, PNG. സൈസ് മാക്സിമം 2 MB. ഇത്രയും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഫോം ഫിൽ ചെയ്ത് ഈസിയായി സബ്മിറ്റ് ചെയ്യാം. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇതിൽ ഒപ്പിടാൻ സാധിക്കൂ. ഇതുപോലെ ECI നെറ്റ് എന്ന പോർട്ടലിൽ കയറി ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റാണ്. ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇലക്ഷൻ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്യൂമറേഷൻ ഫോം കാണാൻ കഴിയും. ഇതിൽ നമ്മുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ 2025 വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ കാണാൻ കഴിയും.
ഇവിടെ BLOയുടെ പേരും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേര് ആധാർ കാർഡിലെ പേരുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ BLOയുടെ സഹായം വേണ്ടിവരും. ആധാർ കാർഡിലെ അതേ പേരും ഇനിഷ്യലുമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് മൊബൈൽ നമ്പറാണ് ചേർക്കേണ്ടത്. അത് നേരത്തെ ഇലക്ഷൻ കമ്മീഷനിൽ നൽകിയ നമ്പർ തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ലാത്തവർക്ക് BLO മുഖാന്തരം മാത്രമേ എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ. ഇനി നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് OTP വെരിഫൈ ചെയ്യണം. ഇപ്പോഴാണ് നമ്മളോട് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കുന്നത്. ഇനിയാണ് നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് വ്യക്തമാക്കേണ്ടത്. കാറ്റഗറി പ്രധാനമായും രണ്ടായി തിരിക്കാം. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരും. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അതിലെ ക്രമനമ്പർ ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാം. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ബന്ധുക്കളുടെ ക്രമനമ്പർ ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാം. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പിന്നീട് ബന്ധുക്കളുടെ ക്രമനമ്പർ ആവശ്യമില്ല. ആ കോളം ഫില്ല് ചെയ്യേണ്ടതില്ല. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരാൾക്ക് ബന്ധുക്കളുടെ വിവരവും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അവർക്ക് ഹിയറിംഗ് സമയത്ത് തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. അതിനുള്ള രേഖകൾ ഏതെല്ലാമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന മെനുവിൽ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ നമ്പരും പോളിംഗ് സ്റ്റേഷൻ നമ്പരും ക്രമനമ്പരും നൽകണം. ബന്ധുവിന്റെ വിവരങ്ങൾ നൽകുമ്പോൾ ബന്ധു ആരാണെന്നുള്ള വിവരങ്ങൾ കൂടി നൽകണം. ബന്ധു ആരാണെന്ന് കൂടി പറയണം. ഫാദർ ആണോ, മദർ ആണോ, മുത്തശ്ശനാണോ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി താഴെ ഒരു ഡിക്ലറേഷൻ കാണാം. അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, പാരൻസിന്റെ നമ്പർ, പാരൻസിന്റെ പേര്, പങ്കാളിയുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ. മാതാപിതാക്കളുടെ പേര് കമ്പൽസറി ആണ്. മറ്റു വിവരങ്ങൾ ഓപ്ഷണൽ ആണ്. ഇനി ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ സ്ഥലം ഏതാണെന്ന് എൻ്റർ ചെയ്യണം. ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്ന സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ രീതിയിൽ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഇതും ഓപ്ഷണൽ ആണ്. ഇപ്പോൾ നമ്മൾ വിവരങ്ങളെല്ലാം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നുകൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇനി ഒപ്പിടണം. ഇവിടെ ഇലക്ട്രോണിക് ആയാണ് ഒപ്പിടേണ്ടത്. അതിന് ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകി വെരിഫൈ ചെയ്യണം. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇലക്ട്രോണിക്കായി സൈൻ ചെയ്യാൻ കഴിയൂ. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്നോളജ്മെന്റ് കാർഡ് ലഭിക്കും. ഇതാണ് ഓൺലൈൻ വഴി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്ന രീതി. പഴയ K സീരീസ് ID കാർഡ് ഉള്ളവർക്ക് യുണീക്ക് ID നമ്പറുള്ള പുതിയ കാർഡിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നതിന് സാധിക്കും. അതിന് ഈ ലിങ്ക് ഉപയോഗിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. ഇപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു. 1. BLOയുടെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം. 2. എന്യൂമറേഷൻ ഫോം എങ്ങനെ നമുക്ക് ഓൺലൈനായി കാണാം. 3. 2002 വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം. 4. എന്യൂമറേഷൻ ഫോം എങ്ങനെ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാം. 5. പഴയ K സീരീസ് കാർഡ് നമ്പർ വെച്ച് പുതിയ കാർഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം. ഇത് ലീഗൽ പ്രിസം സബ്സ്ക്രൈബേഴ്സിന്റെ അറിവിന് വേണ്ടി ഇടുന്ന വീഡിയോയാണ്. ഔദ്യോഗിക അറിയിപ്പല്ല. വിവരങ്ങൾ കൃത്യസമയത്ത് ശേഖരിച്ച് അറിയിക്കുന്നു എന്നേ ഉള്ളൂ. ഔദ്യോഗിക വിശദീകരണം ചീഫ് ഇലക്ടറൽ ഓഫീസറിൽ നിന്നും ലഭിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ എൻക്വയറി നമ്പർ 1950 ആണ്. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC.